അപ്പൊ നമ്മള് 650 സ്ക്വയർ ഫീറ്റിന്റെ ഷീറ്റ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ചാലാട് ജുമായത്ത് പള്ളിന്റെ അടുത്തായിട്ട് തന്നെയാണ്. നമ്മുടെ ചങ്ങായിന്റെ വീടും കൂടിയാണ്. അപ്പൊ നമ്മൾ 3 ദിവസമാണ് ഈ ഷീറ്റ് വർക്കിന് അവനോട് പറഞ്ഞത്. ഇവിടെ നമുക്ക് പഴയ ഷീറ്റ് അയക്കാനുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ടാങ്കിന്റെ വർക്ക് ഉണ്ട്. താഴത്ത് കിണറിനൊരു കവറിങ്ങും കൂടി അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷീറ്റ് നമ്മൾ ഇന്റാലിയം 3.5 ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 3.1 സ്ക്വയർ പൈപ്പ്, 1.25 പെർലിങ്. പിന്നെ ഇവിടെ ഒരു കവറിങ് വരുന്നുണ്ട്. അത് നമ്മൾ അലുമിനിയം ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് മഴയും വെയിലൊക്കെ കൊള്ളുന്നതുകൊണ്ട് തന്നെ അലുമിനിയം ഷീറ്റ് ആകുമ്പോൾ കുറെ കാലത്തേക്ക് യാതൊരു പ്രശ്നവും വരില്ല. ഇതിലെ കൂടി വെള്ളം ചാറ്റിലടിച്ചിട്ട് ഒലിച്ചിറങ്ങുന്നതുകൊണ്ടാണ് അലുമിനിയം ഷീറ്റ് വെച്ചിട്ട് കവറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേമാതിരി ഇവിടെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിന്റെ തേങ്ങ ഷീറ്റിൽ വീണിട്ട് ഷീറ്റ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഫ്രെയിം ആക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ 2 ബീമിൽ നിന്നാണ് 3.1 പൈപ്പിനെ കൊണ്ട് തന്നെ തൂണിട്ട് പൊന്തിച്ചിട്ടുണ്ട്. പിന്നെ 1.25 പൈപ്പിനെ കൊണ്ട് ഫ്രെയിം ആക്കിയിട്ടുണ്ട്. ഇതേപോലെ അടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. 2.2ന്റെ GI നെറ്റാണ് കൂടുതലും സേഫ്റ്റി, കാണാൻ വൃത്തിയും. ഇതിപ്പോ നമ്മൾ വേസ്റ്റ് പൈപ്പ് ആയതുകൊണ്ട് തന്നെ ലെവൽ ഒപ്പിക്കാനോ ഒന്നിനും നിന്നിട്ടില്ല. ഇവിടെ പഴയ ഷീറ്റിന്റെ വേസ്റ്റ് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് മൊത്തം നമ്മൾ അടിച്ചിട്ടുള്ളത്. ഇത് കുറച്ച് ഗ്യാപ്പ് കൂടുതലാണ്. പൈപ്പ് ഈക്വൽ ആക്കിയിട്ട്, പൈപ്പ് ഉള്ളത് മാതിരി ഈക്വൽ ആക്കിയിട്ട് ഇട്ടതാണ്. ഇങ്ങനെ പൈപ്പോടാന്ന് അടിക്കുന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് 3 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ലൈൻസ് ഇടലാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് കൊടുത്തത് അഥവാ തേങ്ങ വീണ് കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേമാതിരി ഇതേമാതിരിയാണ് നമ്മൾ ലൈൻസ്, അതായത് കുത്തേക്കാണ് ലൈൻസ് ഇട്ടിട്ടുള്ളത്. ഇതുപോലെ ലൈൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തേങ്ങ ഇതിൽ കുടുങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അതാകുമ്പോൾ ഇവിടെ വീണ് കഴിഞ്ഞാൽ ഉരുണ്ട് അങ്ങ് പോയിക്കോളും. ഇനിയിപ്പോ ചെറിയ പണി മാത്രമേ ബാക്കിയുള്ളൂ. ഒരു പാത്തി സെറ്റിങ്സും പിന്നെ ആ ഒരു ഷീറ്റ് അടിക്കൽ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് കൊടുത്തൊരു സ്ലൈഡിംഗ് ഡോറാണ്. അതായത് പൊന്തിച്ചിട്ട് ചെറുങ്ങനെ തള്ളണം, അതുമാതിരി കയറ്റി വെക്കണം. ഇതൊന്നും എപ്പോൾ യൂസ് ചെയ്യില്ല. ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ അത് ടാങ്ക് കയറാൻ വേണ്ടിയിട്ട് യൂസ് ആവുള്ളൂ. പിന്നെ ആരും അങ്ങനെ ഒന്നും ഇതിന്റെ മുകളിലേക്ക് കയറില്ല. പിന്നെ ഒരു ടാങ്ക്, ഈ പൈസക്കുള്ള ടാങ്ക് എന്ന് ഞാൻ ഇത് പറയുന്നില്ല. കാരണം സാധാരണ നമ്മൾ 16 kg പൈപ്പ് ഇട്ടിട്ടാണ് ടാങ്കൊക്കെ അടിക്കാറ്. ഇത് നമ്മൾ ചങ്ങായിന്റെ വീടായതുകൊണ്ട് തന്നെ അവൻ എൻ്റെ ഇഷ്ടത്തിന് വിട്ടുന്ന ഒരു പണിയാണ്. അതുകൊണ്ട് ഞാൻ 14 kg പൈപ്പാണ് ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. 2 ഇഞ്ച് റൗണ്ട് തൂണുണ്ട്. പിന്നെ 3.1 സ്ക്വയർ പൈപ്പോട് ലൈൻസ് ഇട്ടിട്ടുണ്ട്. എല്ലാം 14 kg പൈപ്പാണ്. ഇത് GI ആണ്. നമ്മൾ റൗണ്ട് തൂണ് എപ്പം GI ആയിരിക്കും, ബാക്കി സ്ക്വയർ പൈപ്പൊക്കെ GP ആയിരിക്കും. പിന്നെ 1 ഇഞ്ച് പൈപ്പോട് നമ്മളൊരു കോണി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ചെരിവ് കൊടുത്തിട്ടുണ്ട്. ചെരിവ് കൊടുത്തത് നമ്മളെ, അതായത് പ്ലംബറൊക്കെ കയറുമ്പോൾ നന്നായിട്ട് ആട്ടം വരുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ട, അവർക്ക് ഒരിത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെരിവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ശരിക്കും ഹാൻഡ് റെയിൽ കൊടുക്കാറുണ്ട് ഒരു 2.5 അടി ഹൈറ്റില്. അതിവിടെ വേണ്ടെന്നുള്ള നിലക്കാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്. അത് പിന്നീട് അതിന് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 3.5 ലെങ്ത്തോളം നമുക്ക് 3.1 പൈപ്പ് യൂസ് ആയിട്ടുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു 4 ലൈൻസ്, അതായത് ഇങ്ങനെ 6 അടിയും വീതി 5 അടിയാണ് ടാങ്കിന്റെ ഫ്രെയിമിന്റെ അളവ്. പിന്നെ 3 മീറ്ററാണ് ആദ്യം കൊടുത്തത്. അതിൽ നമ്മൾ 1 അടി കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്, ഹൈറ്റ് ഓവറാന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അതേപോലെ താഴത്തേക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബക്കറ്റ് പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഹൈറ്റിലെങ്കിലും കോൺക്രീറ്റ് ചെയ്യും. അപ്പൊ ബോൾട്ട് കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല. അത് വാർപ്പിന് പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ ബോൾട്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. ബോൾട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതാകെ 3.5 ഇഞ്ച് വാർപ്പാണ്. അപ്പൊ ചില ആൾ പറയുന്നുണ്ട് ബോൾട്ടിന്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് അടിച്ചു കൊള്ളാൻ. അപ്പൊ 3 ഇഞ്ച് ബോൾട്ടാണ് വരുന്നത് 10 mm ആണെങ്കിൽ. അതിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് കട്ടാക്കി കഴിഞ്ഞാലും 2.5 ഇഞ്ച് വരുന്നുണ്ട്. ഇതിൽ 3.5 വരുന്നുള്ളൂ. നമ്മൾ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു 1/2 ഇഞ്ചൊക്കെ നമ്മൾ ഹോൾ അടിക്കുമ്പോൾ കൂടുതലായി പോകും. അപ്പൊ പിന്നെ ലാസ്റ്റ് തേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബോൾട്ട് ഇങ്ങനെയുള്ള വാർപ്പിന്റെ മുകളിലേക്ക് ബോൾട്ട് അടിക്കാണ്ടിരിക്കലാണ് ഏറ്റവും നല്ലത്. കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്ലേറ്റ് ഒക്കെ അടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തതായിരിക്കും ബെറ്റർ.